ഹലോ കൂട്ടുകാരെ, നമുക്ക് ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ തേച്ച് കഴിക്കാൻ പറ്റിയ നല്ല പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ അത് നന്നായിട്ടും അരിച്ചിട്ട് ഒരു ഉരുളിയിലേക്ക് അളന്നൊഴിച്ചിട്ടുണ്ട്. 2 ചെറിയ കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ സിറപ്പ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് എന്തോരം സിറപ്പാണോ ഉണ്ടായിരുന്നത് അത്രയും തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 5 കപ്പ് സിറപ്പാണ്, 5 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ സിറപ്പ് ചൂട്ടി പിടിക്കാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ സിറപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. സിറപ്പ് നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ നല്ലപോലെ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പം ഒന്നും കൂടി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമ്മുടെ കറുവാപ്പട്ട എടുത്ത് കളഞ്ഞതിന് ശേഷം ഫർണിലിട്ട് സൂക്ഷിച്ച് വെക്കാവേ. താങ്ക് യു.